ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് തേങ്ങയും വെളിച്ചെണ്ണയും ഈ രണ്ട് സാധനങ്ങളെക്കുറിച്ചാണ്. അപ്പം ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ അടുക്കളയിലെ പാചകങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിലെ മെയിൻ ഘടകമാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു സത്യം. എല്ലാവരും ചോദിക്കുമോ എന്നും ഇതൊക്കെ തന്നെയാണോ, കറിവെപ്പ് ചോറുവെപ്പ് കറിവെപ്പ്, ഇതൊന്നുമില്ലാതെ ഈ ഒരു എല്ലാ ദിവസവും ചോറ് കഴിക്കാതോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാതോ ഭക്ഷണം കഴിക്കാതോ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് മെയിനായിട്ടും വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ എണ്ണയും. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവറോ പാം ഓയിലോ ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ അതിനും വിലയാണ്. അത് തന്നെ അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയുടേതായ ഒരു രുചി. അപ്പം എനിക്കിപ്പോൾ ഇന്ന് പറയാനുള്ളത്, നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത കറികൾ നമ്മൾ സ്ഥിരം മലയാളികളെന്ന് പറയുമ്പം അവിയൽ, തോരൻ, പുളിശ്ശേരി, പരിപ്പ്, അങ്ങനെ ഒരുപാട് തീയൽ, അങ്ങനെ നമ്മളെല്ലാം തേങ്ങ അരച്ച് ചേർത്ത് ഉള്ള കറികളാണ് മിക്കവാറും നമ്മൾ ഊണിൻ്റെ കൂടെ ഉപയോഗിക്കാറുള്ളത്. അപ്പം പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി പിടിക്കാം. അപ്പം തേങ്ങ ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കറികൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പം തേങ്ങയുടെ വില എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ 90 രൂപയായി. ഇനി അതിൽ കൂടിയോന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പ് തേങ്ങ വാങ്ങുമ്പോൾ 90 രൂപയാണ്. വെളിച്ചെണ്ണയ്ക്ക് 390 ആയിരുന്നു. അപ്പം ഇത്രയും ഇങ്ങനെ വില കുതിച്ച് കയറുമ്പോൾ സാധാരണക്കാരുടെ ആ ജീവിത എന്താ പറയുക, ആ ഒരു രീതിയാണ് ഒരുപാട് അങ്ങ് താളം തെറ്റുന്നത്. കാരണം അന്നന്നത്തേക്കുള്ള പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവർക്ക് ഇത്രയും വലിയ വില കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് തേങ്ങ ഒന്നുമില്ല, നമ്മൾ തേങ്ങയൊക്കെ പുറത്തുനിന്നാണ് വിലയ്ക്ക് വാങ്ങുന്നത്. അപ്പം ഞാനിവിടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാൻ ഏകദേശം നമുക്ക് 1/2 കിലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 2.5 കിലോ തേങ്ങ തന്നെ വേണം. അപ്പോൾ ഈ 2.5 കിലോ തേങ്ങ ആകുമ്പോൾ ഈ 90 രൂപ 1 കിലോയ്ക്ക് വെച്ച് ഒന്ന് കൂട്ടി നോക്കി. അപ്പോൾ അതിൽ എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല. കാരണം നമ്മുടെ കഷ്ടപ്പാടും പിന്നെ അതിനകത്തുള്ള ബാക്കി ചേരുവകളും എല്ലാം ആകുമ്പോഴത്തേന് അതിനകത്ത് എല്ലാവരും വില കേൾക്കുമ്പോൾ ഇത്ര വിലയോ എന്നുള്ള ആ ഒരു ചോദ്യം വരും. അപ്പോൾ ഈ തേങ്ങ ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് നാളെ മുതൽ എൻ്റെ ഈ പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇടാൻ നോക്കാം. തേങ്ങ ചേർക്കാത്ത തേങ്ങയില്ലാ കറികൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ ആ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുള്ള റെസിപ്പികളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നല്ല നല്ല കിടിലൻ റെസിപ്പികളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പം പുതിയ വീഡിയോയുമായി എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.